അതെ എസ് ഐ ആളെങ്ങനെയാ? പോലീസുകാരനാ. നീ ഇതെന്ത് പണിയാ കാണിച്ചേ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ. ആ മാടക്കടക്കാരൻ എന്നെ പിടിച്ചു വെച്ച്. ഞാനല്ല ഒരു എന്റെ 5 പൈസ ഇല്ല. പരാതി കൊടുത്തിട്ട് എന്താടാ? ഈ എസ് ഐന്റെ മാമനാ. ഇനിയൊരു മാമനുണ്ട്, SP യാ. വേറൊരു മാമനുണ്ട്, കളക്ടറാ. പിന്നെ മിനിസ്റ്ററാ, അലക്സി ചാക്കോ. എന്നെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ഞാൻ ജെയിംസ് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞത്. വിട്ടോ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും കിട്ടും. ഞെക്കി പിടിച്ചു. ആ കൊച്ചു വലയാട്ടാ, വണ്ടിയും വലയും. വല്ലാത്തൊരു കുത്തിപ്പിടുത്തായിപ്പോയി. ബോൾട്ട് ഇളകി. എടാ, അവളുടെ മാമന്മാർ ഇത്ര വലിയ പുള്ളികളാണെങ്കിൽ അവക്ക് അവരെ വിട്ട് ആ PT സാറിനെ തല്ലിച്ചാ പോരായിരുന്നോ? എടാ, പോലീസ് പിടിച്ചോന്നല്ല പ്രശ്നം. ആ പെങ്കൊച്ചിന്റെ മുന്നിൽ തന്നെ പിടിച്ചോണ്ടായതാ. അയ്യടാ, അതായിരുന്നോ നിന്റെ പ്രശ്നം? എടാ, ഞാൻ ഇത്ര ഗ്ലാസ് കഴിക്കുന്ന നിനക്കറിയോ? ഇല്ല. ഞാൻ കുടിച്ച ഗ്ലാസ് ആണേ പോട്ടെ, അപ്പോഴേ അവന്റെ ഒരു പെങ്കോ ഇവക്കിനിയും മതിയായില്ലേ? ഞാൻ ഈ മൊബൈൽ ഇനിയും തരാം. ഗിരീഷേട്ടൻ അങ്ങേരെ ഇടിക്കോ? ഇവിടെ ഞാൻ ഇന്ന് അംബ്രോസ്. എന്തൊക്കെയുണ്ട് ഗിരീഷേ? മീശൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഇവന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നു, പൂർത്തിയായി. ഗിരീഷേട്ടൻ തല്ലാന്ന് വാക്ക് പറഞ്ഞ് മോളെ പറ്റിച്ച മോളുവാ. ഇത് ചേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലും, അല്ലേ ഗിരീഷേട്ടാ? അപ്പോ ഇത് ചേട്ടൻ അങ്ങോട്ട് എടുക്കുക. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ. മോള് പറയുന്ന ആളെ ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു. 9895753665. എന്തിനാ ഇതിനാ ആരെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നാളെ തന്നെ തല്ലിയിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ തമ്മിലുള്ള കണക്ക് ഇതിൽ തീരട്ടെ. തീർന്നേക്കണം. തീരും. അംബ്രോസേ, എന്തോ സുഖേട്ടാ. അപ്പൊ എങ്ങനെയാ ഗിരീഷ് തല്ലില്ലേ? തല്ലിയിരിക്കും. പോട്ടെ മോളെ. ഇനി ഒന്നും നോക്കാനില്ല, തല്ലിക്കോ, അല്ലെങ്കിൽ സുഖന്റെ കൈകൊണ്ട് നമ്മൾ ചാവും. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PT സാർ എന്നൊക്കെ പറഞ്ഞ നെയ് മുട്ടി ഏതെങ്കിലും ഒരു പൊളുന്നാനൊക്കെയായിരിക്കും. നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകിലുണ്ടാവും. എന്നോ വാ. ശരിക്കും പൂമ്പാറ്റ പറക്കോ? പറക്കോന്നോ? കണ്ടോ? പറപ്പിക്കും. ഇതിലേത് ക്രിക്കറ്റ് കളിക്കാരനാ ഇവനാ? അതാ ആ ഇരിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് തീരും. സിനിമാ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല, ശ്രദ്ധിച്ചിരുന്നോണം. അതെ, വീണ്ടും വീണ്ടും കാണണമെങ്കിൽ വല്ല ഫോണിലോ മറ്റോ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇതിന് ഞാൻ തികച്ചു വേണ്ട, നീ ഇവിടെ ഇരി. ശരിയാ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അടി കഴിയുമ്പോ തന്നെ രക്ഷപ്പെടാം. ഗിരീഷേട്ടാ ഡയലോഗ് പറയാൻ മറക്കല്ലേ. അതൊക്കെ എപ്പാ പറഞ്ഞെന്ന് വെച്ചാ മതി. നല്ല മസിലുള്ള പൂമ്പാറ്റ പറക്കുന്ന കണ്ടോ? മതിയടാ. കണ്ട സ്റ്റൈല് കൊണ്ടോ അണ്ണന്റെ. എന്താടാ കണ്ട
കയ്യിൽ വിടറ കമ്പി ഓടിക്കോടാ. देखते हैं चलो ഓ പൂമ്പാറ്റ പറന്നു. मर गया साला മമ്മി എനിക്കൊരു ആംബുലൻസ് വേണം പ്ലീസ് പ്ലീസ്. നീ തന്നെ എവിടെ കൊണ്ടുപോവാടാ മെനകെട്ടവനെ? എന്റെ അര ദിവസത്തെ കൂലി നീ കളയുമല്ലോ. അമ്മച്ചി എന്നാ വർത്തമാനായി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നൈൽ ആശുപത്രിയില് ഇന്ന് വീട്ടമ്മമാർ ചെന്ന 10 കിലോ അരിയും കൂടെ പയറോ പരിപ്പോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ ഗിരീഷേ എന്നോട് അമ്മച്ചിയെ കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ അവനെ ആരെങ്കിലും തല്ലിക്കൊന്ന് ആശുപത്രിയിൽ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞാലൊന്നും ആ വഴിക്ക് ഞാൻ വരില്ല. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണടാ. അല്ല അമ്മച്ചി, അരി മേടിക്കാൻ സഞ്ചി എടുത്തോന്ന് ചോദിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ ഇല്ല. ഓ സാരമില്ല, ഞാൻ വല്ല പഞ്ചസാര ചാക്കോ മറ്റോ സംഘടിപ്പിച്ചോളാം. എന്നാ പോ. പഞ്ചസാര ചാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ആശുപത്രിക്കാർക്ക് അതല്ലേ പണി, പഞ്ചസാര കിട്ടുക. ഒന്നും ഉണ്ടായില്ല അമ്മച്ചി. ഗിരീഷ് ഗിരീഷ് ഹൗ യു ഫീലിംഗ് നൗ? ഇവന് തന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? ഗിരീഷേ, ഇതാണാടാ നിന്റെ അരിക്കച്ചവടം? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടാ ഗിരീഷ, നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഗിരീഷിന്റെ അമ്മയാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്തോ അടിപിടി കേസാന്ന് തോന്നുന്നു. ചേച്ചി വരുന്നതിന് മുമ്പ് ബോധം തെളിഞ്ഞ്. ആൻ, ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. ബട്ട് ഐ വോണ്ട് ടു നോ നൗ. ഇതാരാ? ഇയാൾ കടിയിട്ടുമ്പോ നിനക്കെന്തായിരുന്നു അവിടെ കാര്യം? കം ഓൺ, ടെൽ മീ. ഇതെന്റെ വാടക കൊണ്ടയാ. എന്റെ പൊന്നു ഡോക്ടറെ, വന്നവൻ ചെറിയ പിള്ളേരെ വരെ പറ്റിക്കാൻ തുടങ്ങി. ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. സാരമില്ല ചേച്ചി, വീട്ടിലേക്ക് ചെല്ല്. അവിടെ ചെന്നിട്ടാവും ബാക്കി. നിന്റെ കളി വന്നിച്ചിട്ട് കൂടുന്നുണ്ട്. കേറി വാട ഇങ്ങോട്ട്. പറ്റില്ല, നീ ധൈര്യം ഇങ്ങോട്ട് ഇറങ്ങി വാടി. വേണ്ട. ഗിരീഷേട്ടൻ വലിയ കുണ്ടേന്ന് ആരാടാ നിന്നോട് പറഞ്ഞേ? ഗിരീഷ് ഏട്ടൻ തന്നെ പറഞ്ഞേ. ആളെന്നോട് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നുറാ. ആള് കുണ്ടിയൊന്നല്ല, ഓട്ടോ ഓടിക്കലായിരുന്നു പണി. ഇപ്പൊ അത് നിർത്തി. ഫുൾ ടൈം ആംബ്രസറ്റിന്റെ ഒപ്പം വെറുതെ നടക്ക. സത്യം. ഇനി എന്ത് ചെയ്യാനാ? മൊബൈല് പോയത് പോട്ടെ, പപ്പനെ സോപ്പിടാം. പക്ഷെ അമ്മ തന്നെ കൊല്ലും. എന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാ തീർന്നു.